എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഏറുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ എന്തൊക്കെയോ ആരൊക്കെയോ ഒളിപ്പിക്കണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു കൊറിയൻ ബന്ധപ്പെട്ടിട്ടുള്ള പറയുന്ന ഒരു കൊറിയൻ സുഹൃത്തിന്റെ മരണം അതിൽ മനംനൊന്താണ് ആത്മഹത്യ, അത് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട്? അത് എനിക്ക് തോന്നുന്നില്ല. മകള് അത് വിശ്വസിച്ചിട്ടുണ്ടാവണം. കാരണം എന്താ വെച്ചാൽ മകൾ ഈ കൊറിയൻ സമ്പ്രദായത്തെ പറ്റിയും കൊറിയൻ സംഗീതജ്ഞരെയും അവരുടെ പരിപാടികളൊക്കെ കാണാൻ നല്ല പ്രവണത കാണിച്ചിരുന്നു. അപ്പോൾ അത് ഒട്ടുമിക്ക പിള്ളേരും കാണിക്കണമുണ്ട് ഇപ്പം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഓരോ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കി ഏതോ കുട്ടികളാകാം, ഇനി കുട്ടികളുടെ പുറകിൽ ഇനി മുതിർന്നവരാകാം, ആരോ ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മോളെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കും? മോളുടെ സുഹൃത്തുക്കളെയൊക്കെ ചേട്ടൻ അറിയാവോ? അവരെ കുറിച്ചൊക്കെ? സുഹൃത്തുക്കളെ പരമാവധി 3-4 പേരെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കുട്ടികളുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചതുണ്ട്. പിന്നെ അവരൊന്നും ഈ പറഞ്ഞ പോലെ അത്ര ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ചോ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. പിന്നെ ഞങ്ങളുടെ റിലേഷനിലുള്ള 1-2 കുട്ടികളുണ്ട്, സമപ്രായക്കാർ. അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ പോലീസിന് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. പഠിച്ച് വലുതായി കഴിയുമ്പോൾ കൊറിയയിൽ പോയി ജോലി ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല കഴിഞ്ഞ് കൊറിയയിലുള്ള ഒരാളുമായിട്ട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരാളോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളായിട്ട് ഇഷ്ടമുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നണമില്ല. എന്താണ്, ആരെങ്കിലും പറ്റിച്ചു എന്ന് തന്നെയാണോ ചേട്ടൻ വിചാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞ പോലെ ഒന്നുമില്ല കൂടത്തിലുള്ള ആരെങ്കിലൊക്കെ ആവാം. നമ്മൾ ഈ റാഗിങ് അടിസ്ഥാനത്തിൽ പോലെ ഈ പറഞ്ഞ മാതിരി കുട്ടിക്ക് ഇതിനോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ വല്ല ഐഡിയയും ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.